Toon Bells. കണ്ടോ എൻ്റെ കരുത്ത്, കണ്ടോ എൻ്റെ ബോഡി പവർ. ഈ വിശാലമായ വനത്തിൽ എന്നോട് മുട്ടാൻ ധൈര്യമുള്ളവൻ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ഈ മരങ്ങളാണോ എൻ്റെ വഴി തടയുന്നത്? ഈ കുഞ്ഞു മൃഗങ്ങൾക്ക് എൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഞാനൊന്ന് തീരുമാനിച്ചാൽ ഈ വനം മുഴുവൻ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കും. ഓർത്തു വെച്ചോ, ഞാനാണ് ഇവിടുത്തെ ബോസ്, ഞാനാണ് ഇവിടുത്തെ ഏക രാജാവ്. എൻ്റെ വഴിയിൽ വന്നാൽ ഇതാകും അവസ്ഥ. ഒരിക്കൽ ഒരിടത്ത മനോഹരമായ ഒരു വനമുണ്ടായിരുന്നു. അവിടെ എല്ലാ മൃഗങ്ങളും ഒത്തൊരുമയോടെയാണ് ജീവിച്ചിരുന്നത്. അന്നത്തെ ഉച്ചസമയം വളരെ ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തി അധിക നേരം നീണ്ടു നിന്നില്ല. അരേ ഭായ്, എല്ലാവരും ഓടിക്കോ. ജീവൻ രക്ഷിക്കണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അവൻ വരുന്നുണ്ട്. നമ്മുടെ വനത്തിലെ പാവം രാജാവ് മോട്ടു തകർക്കാൻ വരുന്നുണ്ട്. ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി വെവടിയുണ്ട പോലെ അവൻ പാഞ്ഞു വരികയാണ്. അവന്റെ വേഗത കണ്ടിട്ട് തോന്നുന്നത് മുന്നിൽ വരുന്നതിനെയൊക്കെ കഷ്ണങ്ങളാക്കി വനം വൃത്തിയാക്കുമെന്നാണ്. വേഗം ഏതെങ്കിലും മരത്തിന് പിന്നിലോ കുഴിയിലോ ഒളിച്ചോ, അല്ലെങ്കിൽ അവന്റെ കാലിനടിയിൽപ്പെട്ട് ചമ്മന്തിയാകും. ഓടിക്കോ. കണ്ടോ എൻ്റെ കരുത്ത്, കണ്ടോ എൻ്റെ ബോഡി പവർ. ഈ വിശാലമായ വനത്തിൽ എന്നോട് മുട്ടാൻ ധൈര്യമുള്ളവൻ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ഈ മരങ്ങളാണോ എൻ്റെ വഴി തടയുന്നത്? ഈ കുഞ്ഞു മൃഗങ്ങൾക്ക് എൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഞാനൊന്ന് തീരുമാനിച്ചാൽ ഈ വനം മുഴുവൻ എൻ്റെ കാലിനടിയിലിട്ട് ചവിട്ടി മെതിക്കും. ഓർത്തു വെച്ചോ, ഞാനാണ് ഇവിടുത്തെ ബോസ്, ഞാനാണ് ഇവിടുത്തെ ഏക രാജാവ്. എൻ്റെ വഴിയിൽ വന്നാൽ ഇതാകും അവസ്ഥ. അയ്യോ, ഇതെന്തു പറ്റി? കുഞ്ഞാട്ടിൻകുട്ടി, സാവധാനം എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാൻ നോക്കൂ, ഞാൻ സഹായിക്കാം. എല്ലൊന്നും മുടിഞ്ഞില്ലല്ലോ. ഒരുപാട് മുറിഞ്ഞോ? പേടിക്കണ്ട, ഞാൻ വന്നിട്ടുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഒന്ന് കണ്ണു തുറക്കൂ, സാവധാനം ശ്വാസമെടുക്കൂ, എല്ലാം ശരിയാകും. മാനി, എന്റെ എല്ലുകളെല്ലാം തകർന്നു എന്ന് തോന്നുന്നു. ആ മോട്ട് ഇത്ര വേഗത്തിൽ വന്നിട്ടും എന്നെ കണ്ടിട്ടൊന്നും നിന്നില്ല. എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. എഴുന്നേൽക്കാൻ പോലും കരുത്തില്ല. അവൻ മനഃപൂർവ്വം എന്നെ ഇടിച്ചു തെറിപ്പിച്ചതാണ്. എടാ മോട്ടു, നിന്റെ കണ്ണ് തലയിലാണോടാ ഇരിക്കുന്നത്? അതോ അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതായോ? ഇത്ര ചെറിയൊരു ആട്ടിൻകുട്ടിയെ കണ്ടിട്ടും നിനക്ക് ദയ തോന്നിയില്ലേ? നിന്റെ കരുത്ത് കാണിക്കാൻ ഈ മരങ്ങളും ഈ പാവം കുഞ്ഞുങ്ങളുമേ ഉള്ളൂ. നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? അതോ കരുത്ത് കൂടിയപ്പോൾ ബുദ്ധി പണി നിർത്തിയോ? ഇതെന്ത് തരം നശീകരണമാണ്? എടാ കുരങ്ങ, നിന്റെ വായടയ്ക്ക. കൂടുതൽ സംസാരിച്ചാൽ നിന്നെയും വായുവിൽ പറത്തി ഞാൻ ഫുട്ബോൾ കളിക്കും. ജാഗ്രത. ആ ആട്ടിൻകുട്ടി എൻ്റെ വഴിയിൽ തടസ്സമായി വന്നു. അതുകൊണ്ട് എൻ്റെ വേഗതയിൽ അത് തെറിച്ചുപോയി. അതിലെൻ്റെ തെറ്റെന്താ? വഴിയിൽ വരുന്നത് മാറ്റിക്കൊണ്ടേ ഞാൻ പോകൂ. ദൈവം എനിക്ക് ഈ കൂർത്ത കൊമ്പുകളും ഇരുമ്പ് പ്രതിമ പോലെയുള്ള കരുത്തുറ്റ ശരീരവും നൽകിയതെന്തിനാ? എൻ്റെ വഴിയിൽ തടസ്സമായി വരുന്നവനെ അടിച്ചുമാറ്റാൻ തന്നെ. ധൈര്യമുണ്ടെങ്കിൽ തടഞ്ഞു നോക്ക്. മോട്ടു, നിന്റെ അഹങ്കാരം നിർത്ത്. നിന്റെ ഗർവിന്റെ ഗർവ് നിന്റെ കണ്ണുകളെ അന്ധമാക്കുകയാണ്. നിന്റെ കൊമ്പുകളേക്കാൾ കൂർത്തതും കരുത്തുറ്റതുമായ വലിയ ദന്തങ്ങൾ എനിക്കുണ്ടെന്ന് നീ മറക്കണ്ട. ഞാനൊരു ചവിട്ട് തന്നാൽ നീ എവിടെ പോയി വീഴുമെന്ന് നിനക്ക് പോലും അറിയില്ല. കരുത്തുള്ളവൻ മറ്റുള്ളവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പാവങ്ങളെ ഉപദ്രവിച്ച് ക്രൂരത കാണിക്കുകയല്ല. നിന്റെ ഈ സ്വഭാവം വനത്തിന് തന്നെ നാണക്കേടാണ്. ആനേ, നിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ എനിക്ക് നേരവുമില്ല, ക്ഷമയുമില്ല. എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും. എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ. എന്നോട് ചോദ്യം ചോദിക്കാനോ
എന്നെ തടയാനോ ധൈര്യമുള്ളവർ ആരും ഇവിടെയില്ല. എൻ്റെ പവറിന് മുന്നിൽ നിങ്ങളെല്ലാം വെറും പൂജ്യമാണ്, വെറും സീറോ. ഓർത്തുവെച്ചോ. മോട്ടു പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കൂട്ടുകാരെ, ഇവന് നമ്മൾ എത്ര ഉപദേശം കൊടുത്താലും മനസ്സിലാകില്ല. മുതിർന്നവർ പറയും പോലെ അനുഭവിച്ചു തന്നെ പഠിക്കണം. കുരങ്ങ, നീ വേഗം പോയി എങ്ങനെയെങ്കിലും അവനെ സമ്മതിപ്പിച്ച് ആ പഴയ ഗുഹയുടെ അടുത്തെത്തിക്ക്. അവൻ വലിയ അഹങ്കാരിയാണ്. അതുകൊണ്ട് അവന്റെ അഹങ്കാരത്തെ തന്നെ ഇരയാക്കി അവനെ ഒരു പാഠം പഠിപ്പിക്കാം. മാനെ, കണ്ടില്ലേ അവൻ എന്നോട് എത്ര ദേഷ്യമാണെന്ന്? അവൻ ഞാൻ പറയുന്നത് കേൾക്കുമോ? എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവൻ ദേഷ്യം കൊണ്ട് കത്തും, എന്നെ എടുത്തെറിയും. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടതും. അവൻ നിന്റെ മേൽ ദേഷ്യപ്പെട്ട് ഭ്രാന്ത് പിടിക്കണം. അവന് നല്ല ദേഷ്യം വരുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിക്ക്. ആനേ, നിങ്ങൾ ആ ഗുഹയുടെ അടുത്ത് തയ്യാറായി നിൽക്കൂ. അവൻ ഉള്ളിൽ കയറിയ ഉടനെ ആ വലിയ കല്ല് വെച്ച് വാതിലടയ്ക്കണം. ഇന്ന് മോട്ടുവിന് തന്റെ തെറ്റ് മനസ്സിലാവണം. അവന് നല്ലൊരു പാഠം കിട്ടണം. മോട്ടു, ഓ മോട്ടു, ഈ വനത്തിൽ നീ മാത്രമാണ് രാജാവ്, വലിയ കരുത്തൻ എന്നൊക്കെ നീ അഹങ്കരിക്കാറുണ്ട്. പക്ഷേ നിനക്കൊരു കാര്യം അറിയാമോ? ആ പഴയ ഗുഹയിൽ ഒരു പുതിയ വിചിത്ര മൃഗം വന്നിട്ടുണ്ട്. അവൻ്റെ കരുത്തിനു മുന്നിൽ നീ ഒന്നുമല്ല. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വനം വിറയ്ക്കുകയാണ്. നിന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ആ മോട്ടു ഒരു പൂച്ചക്കുട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നാൽ അവൻ്റെ കൊമ്പ് ഒടിച്ച്, അതുകൊണ്ട് തന്നെ അവൻ്റെ പുറത്ത് ഞാൻ മേളം വയ്ക്കും. അവനെ ഈ കാട്ടിൽ നിന്ന് ഓടിക്കും. എല്ലാ മൃഗങ്ങളുടെയും മുന്നിൽ അവൻ നിന്നെ കളിയാക്കുകയാണ്. എന്ത്? അവൻ ഇത്രയ്ക്ക് ധൈര്യമോ? അവൻ എന്നെ കളിയാക്കുമോ? എന്നേക്കാൾ കരുത്തൻ, എന്നേക്കാൾ വലിയ ആൺകുട്ടി ഈ കാട്ടിൽ വേറെ ആരുണ്ട്? എവിടെയാണവൻ? ഇപ്പോൾ തന്നെ അവൻ്റെ അഡ്രസ് പറഞ്ഞതാ. അവൻ്റെ അഹങ്കാരം തകർത്ത് അവൻ ആരാണെന്നും ഞാൻ ആരാണെന്നും കാണിച്ചു തരാം. നടക്ക്, കാട്ടിത്ത എവിടെയാണെന്ന്. മോട്ടു ആവേശത്തോടെ ഗുഹയ്ക്ക് സമീപം എത്തുന്നു. മോട്ട് സൂക്ഷിക്കണം. ഉള്ളിലുള്ളത് സാധാരണ മൃഗമല്ല, വലിയ അപകടകാരിയാണ്. അവൻ നേരിട്ട് നിന്നെയാണ് വെല്ലുവിളിക്കുന്നത്. നിനക്ക് സത്യമായും ധൈര്യമുണ്ടെങ്കിൽ, മരണത്തെ പേടിയില്ലെങ്കിൽ, ധൈര്യമായി ഉള്ളിൽ പോയി അലറടാ. അപ്പോൾ അറിയാം ആരാരാണ് വീരനെന്ന്. എടാ, ഒളിച്ചിരിക്കുന്ന പേടിത്തൊണ്ട, ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരടാ. വാ, എന്നോട് യുദ്ധം ചെയ്യാനുള്ളവൻ നീയാണോ? വാടാ, നോക്കിക്കളയാം. വാ, എന്നോട് യുദ്ധം ചെയ്യാനുള്ളവൻ നീയാണോ? വാടാ, നോക്കിക്കളയാം. എടാ, നിനക്കിത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ പറയുന്നത് തന്നെ എനിക്ക് തിരിച്ചു പറയുന്നുണ്ടോ? നീ എന്നോട് തന്നെ മുട്ടാൻ വരുന്നു. ഇത്രയ്ക്ക് ഗർവോ? ഇതാ, ഞാൻ അകത്തേക്ക് വരുന്നു. നിന്റെ കണക്ക് തീർക്കാൻ. നിന്റെ അന്ത്യം ഇന്ന് നടക്കും. മോട്ടു ഉള്ളിലേക്ക് ഓടിക്കയറിയ ഉടനെ ആന ഒരു വലിയ കല്ല് വെച്ച് ഗുഹ അടയ്ക്കുന്നു. അയ്യോ, ഇവരാരുമില്ലേ? എല്ലാം ഇരുട്ടാണല്ലോ. കല്ല് ആരാണ് വെച്ചത്? പ്ലീസ്, ആരായാലും ആ കല്ലൊന്ന് മാറ്റൂ. എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. എനിക്ക് ഇരുട്ടത്ത് പേടിയാവുന്നു. ആരാരെങ്കിലും ഉണ്ടോ? രക്ഷിക്കൂ. മോട്ടു, ഉള്ളിൽ ആരുമില്ല. നിന്നെ കളിയാക്കാൻ അവിടെ മറ്റൊരു മൃഗവും ഉണ്ടായിരുന്നില്ല. അത് നിന്റെ തന്നെ ശബ്ദത്തിന്റെ പ്രതിധ്വനിയായിരുന്നു. ഇത്രയും കാലം നീ മറ്റുള്ളവരെ പേടിപ്പിച്ചു, വേദനിപ്പിച്ചു. അവർ എത്രത്തോളം പേടിച്ചെന്നും എത്ര വേദനിച്ചെന്നും ഇപ്പോൾ നീ ആ ഒറ്റപ്പെടലിലൂടെയും പേടിയിലൂടെയും മനസ്സിലാക്കുന്നുണ്ടാകും. നിന്റെ തെറ്റ് ബോധ്യപ്പെട്ട് നിനക്ക് പശ്ചാത്താപം വരുന്നതുവരെ നീ ആ ഇരുട്ടത്ത് തന്നെ കിടക്ക്. മാനേ, എന്നോട് ക്ഷമിക്കൂ. കരുത്തുള്ളതുകൊണ്ട് അഹങ്കാരം വന്ന് എൻ്റെ കണ്ണ് കാണാതായിപ്പോയി. ഇങ്ങനെയൊരു ഇരുട്ടത്ത് തനിയെ കഴിയുന്നത് എത്ര പേടിപ്പെടുത്തുന്നതാണെന്ന്, എത്ര നരകതുല്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ വിട്ടയക്കൂ. ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എല്ലാവരോടും ഒരു കൂട്ടുകാരനെ പോലെ ഇരുന്നോളാം. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ പുറത്തിറക്കൂ. സത്യമാണോ മോട്ടു? മനസ്സ് മാറിയോ? അതോ പുറത്തിറങ്ങിയാൽ എന്നെ വീണ്ടും ഫുട്ബോൾ ആക്കുമോ? ഇല്ല കുരങ്ങ,
ദൈവം എനിക്ക് തന്ന ഈ കരുത്ത് മറ്റുള്ളവരെ പേടിപ്പിക്കാനല്ല, മറ്റുള്ളവരെ സംരക്ഷിക്കാനാണെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. എൻ്റെ സത്യം, എന്നെ വിശ്വസിക്കൂ. ആന സാവധാനം ആ വലിയ കല്ല് മാറ്റി. ഇരുട്ടു നിറഞ്ഞ ഗുഹയിൽ നിന്നും മോട്ടു പുറത്തു വന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളുടെയും മുന്നിൽ മോട്ടു തലകുനിച്ച് ഹൃദയപൂർവ്വം നമസ്കരിച്ചു. ആ നിമിഷം മുതൽ മോട്ടു മാറിപ്പോയി. തന്റെ ശക്തമായ കൊമ്പുകൾ കൊണ്ട് വനത്തിലെ വഴിയിൽ വീണുകിടന്ന വലിയ മരങ്ങൾ അവൻ ശ്രദ്ധയോടെ മാറ്റി വഴി വൃത്തിയും മനോഹരവുമാക്കി. പരിക്കേറ്റ ആട്ടിൻകുട്ടിയെ സാവധാനം തന്റെ പുറത്തിരുത്തി വനം മുഴുവൻ ചുറ്റിക്കാണിച്ചു. ഒരിക്കൽ കുരങ്ങൻ മരത്തിൽ നിന്ന് വഴുതി വീഴാൻ തുടങ്ങിയപ്പോൾ മോട്ടു ഒട്ടും വൈകാതെ ഓടിച്ചെന്ന് മരത്തിനടിയിൽ ഉറച്ചുനിന്നു. അങ്ങനെ കുരങ്ങൻ സുരക്ഷിതമായി അവന്റെ പുറത്തു വന്നിരുന്നു. മോട്ടു, നീ ഇപ്പോൾ വെറും ഒരു കരുത്തനായ പുരുഷൻ മാത്രമല്ല, എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു നല്ല മനുഷ്യൻ കൂടിയാണ്. നീ തന്നെയാണ് ഞങ്ങളുടെ ഹീറോ. പണ്ട് പേടിച്ചോടിയിരുന്ന മൃഗങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. തലവ, അങ്ങേക്കറിയില്ല ലെമ്പുകൊക്കെ എത്ര വലിയ ചതിയാണ് ചെയ്യുന്നതെന്ന്. എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല തലവ, ലെമ്പു ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിറയെ മീനുകളുണ്ട്. അവൻ അവരെ ഒറ്റയ്ക്ക് തിന്നിറിയാണ്. നമ്മളോട് ആ സ്ഥലം പറഞ്ഞതുമില്ല. ഇത് നമ്മളോടുള്ള ചതിയല്ലേ? ആണോ സത്യത്തിൽ? അങ്ങനെയാണെങ്കിൽ ലെമ്പുവിന് ശിക്ഷ കിട്ടും. അവനെ കാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. നോക്കൂ ഈ മണ്ടനെ, എപ്പോ മുതൽ മീൻ പിടിക്കാൻ നിൽക്കുകയാണ്. ഒരു മീൻ പോലും ഇവന്റെ കൊക്കിൽ വരുന്നില്ല. അല്ല, ഇവൻ മണ്ടൻ തന്നെയാണ്. അതുകൊണ്ടാണ് ആരും ഇവനെ കൂടെ കൂട്ടാത്തത്. ഇവൻ നമ്മളെ എല്ലാവരെയും കൊക്ക് സമുദായത്തിന് മുന്നിൽ നാണം കെടുക്കും. മതി, നിർത്ത്. എനിക്ക് നിങ്ങളുടെ ഒന്നും കൂടെ കൂടേണ്ട. ഞാൻ ഒറ്റയ്ക്ക് സന്തോഷമായി ഇരുന്നോളാം. ലെമ്പോക്കൊക്ക് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷികളെല്ലാം അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങുന്നു. അവൻ പറന്നുപോയി ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് കരയാൻ തുടങ്ങുന്നു. എന്തൊരു ചീത്ത കൂട്ടുകാരാണ് എൻ്റേത്. എപ്പോൾ നോക്കിയാലും എന്നെ കളിയാക്കുന്നു. ഇനി ഞാൻ ഇവരോടൊന്നും മിണ്ടില്ല. ലെമ്പുവിന്റെ ശബ്ദം കേട്ട് മരത്തിനു മുകളിലിരുന്നിരുന്ന തന്ത്രശാലിയായ കാക്ക ലെമ്പുവിനോട് പറയുന്നു. ഹേ ലെമ്പു, എന്തിനാ കരയുന്നത്? നിന്റെ പ്രശ്നത്തിന് എൻ്റെ കയ്യിലൊരു നല്ല പരിഹാരമുണ്ട്. എന്ത്? അതെ, നിനക്ക് മീൻ കിട്ടാത്തത് കൊണ്ടല്ലേ നീ കരയുന്നത്. നിന്റെ കൂട്ടുകാരെല്ലാവരും നിന്നെ കളിയാക്കിയല്ലേ? സാരമില്ല, ഞാനില്ലേ, ഞാൻ എപ്പോഴാണ് ഉപകരിക്കുക. ഞാൻ നിനക്ക് ഭക്ഷണത്തിന് വഴിയുണ്ടാക്കാം. കൊള്ളാം. പക്ഷേ എങ്ങനെ? നീ കണ്ടോ? വാ, എൻ്റെ പിന്നാലെ വാ. കാക്ക പറന്ന് എങ്ങോട്ടോ പോകാൻ തുടങ്ങുന്നു. ലെമ്പു അവന്റെ പിന്നാലെ പോകുന്നു. രണ്ടുപേരും വലിയൊരു കുഴിയുടെ അടുത്തെത്തി നിൽക്കുന്നു. കാക്ക വേഗം വേഗം അതിൽ ഇലകളും വിറകുകളും നിറയ്ക്കുന്നു. നീ എന്തായി ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാക്കച്ചേട്ടാ. കണ്ടോ, ഇപ്പോൾ ഇവിടെ തവളകളുടെ ഒരു കൂട്ടം വരും. അവർക്ക് ഈ കുഴി കാണാൻ പറ്റില്ല. നീ അവരോട് ഈ വഴി കുളത്തിലേക്കാണ് പോകുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഒളിക്കാൻ പോവുകയാണ്. എന്നെ അവർ വിശ്വസിക്കില്ല. ഇത്രയും പറഞ്ഞ് കാക്ക കുട്ടിക്കാടിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു. തവളകളുടെ ഒരു കൂട്ടം അവിടെ വരുന്നു. അല്ല കൊക്ക് ചേട്ടാ, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങൾക്ക് കുളത്തിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? അതെ സഹോദര, മുന്നോട്ട് നേരെ പോകൂ. എന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. അപ്പോൾ കുളമെത്തും. നന്ദി കൊക്കുചേട്ടാ. എല്ലാ തവളകളും മറ്റൊരു വഴിയിലൂടെ പോകുന്നു. ദേഷ്യത്തിൽ കാണു കാക്ക വന്ന് കൊക്കിന്റെ നേരെ ഒച്ച വയ്ക്കുന്നു. നിനക്ക് വട്ടാണോ? നീ എന്തിനാ അവരെ എല്ലാവരെയും കുളത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പോൾ അവരെല്ലാം ഈ കുഴിയിൽ വീണേനെ. നമുക്കവരെ തിന്നാമായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെയൊരു വഞ്ചന ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും നുണ പറയില്ല. അതെ, അതുകൊണ്ടാണ് ആരും നിന്നോട് കൂട്ടുകൂടാത്തത്. നിന്റെ സ്വന്തം കൊക്ക് കൂട്ടുകാർ പോലും. ഞാനും നിന്നോട് സംസാരിച്ച് വലിയ തെറ്റ് ചെയ്തു. ഇനി പോ, വിശന്ന് മരിക്ക്. കാക്കയുടെ ഇത്തരം വർത്തമാനം കേട്ട് ലെമ്പുവിന് വലിയ വിഷമമാകുന്നു. പക്ഷേ അവനൊരിക്കലും നുണ പറയില്ലായിരുന്നു. അവൻ വിഷമിച്ച് വിശപ്പോടെ തന്നെ ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ അവന്റെ വിശപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്തത്രയായി. എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ ഞാൻ ശരിക്കും വിശന്ന് മരിക്കും. വേണ്ട, ഒരു കാര്യം ചെയ്യാം. അടുത്തുള്ള പുഴയിലേക്ക് പോകാം. അവിടെ കുറച്ച് ധാന്യച്ചെടികളുണ്ട്.
അത് കഴിക്കാം. ലെമ്പു വേഗത്തിൽ പറന്ന് പുഴയുടെ അടുത്തെത്തുന്നു. മഴ കുറവായതുകൊണ്ട് പുഴയിൽ വെള്ളം വളരെ കുറവാണെന്ന് അവൻ കാണുന്നു. പാവം പുഴയിലെ ജീവികൾ. ഇത്ര കുറച്ച് മഴ പെയ്തതുകൊണ്ട് പുഴയിൽ വെള്ളമേ ഇല്ലാതായി. ലെമ്പു അടുത്തുള്ള കുറച്ച് ധാന്യങ്ങൾ തിന്നുകയായിരുന്നു. അപ്പോഴാണ് അവന് ആരുടെയോ കരച്ചിൽ കേൾക്കുന്നത്. ലെമ്പു കൊക്ക് നോക്കുമ്പോൾ ഒരു മീൻ പുഴക്കരയിലിരുന്ന് കരയുകയായിരുന്നു. അല്ല, നിനക്കെന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മീൻ ലെമ്പു കൊക്കിനെ കണ്ട് പേടിച്ചു പോകുന്നു. അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു. പക്ഷേ ലെമ്പു അവളോട് പറയുന്നു, അയ്യോ അയ്യോ, പേടിക്കണ്ട, ഞാൻ നിന്നെ തിന്നില്ല. എന്നോട് പറയൂ, നീ എന്തിനാ കരയുന്നത്? നിന്നെ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് എനിക്കും കരച്ചിൽ വരുന്നു. നിന്റെ കൂട്ടുകാരും നിന്നെ ഒറ്റയ്ക്കാക്കിയോ? എന്ത്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ കുട്ടികൾ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എങ്ങനെ? എന്നോട് മുഴുവൻ കാര്യവും പറയൂ. സത്യത്തിൽ ഞാൻ ഈ പുഴയിൽ എന്റെ കുട്ടികളോടൊപ്പം സന്തോഷമായി കഴിയുകയായിരുന്നു. പക്ഷേ കുറച്ചു കാലമായി ഇവിടെ മഴ പെയ്തിട്ടില്ല. പുഴയിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മീനുകളും പുഴയുടെ മറുകരയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം അവിടെ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കി മീനുകളുടെ കൂടെ എന്റെ കുട്ടികളെ അയച്ചു. പക്ഷേ നീ എന്താ പോവാത്തത്? കാരണം എന്റെ ഭർത്താവിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിന് നീന്തി മറുകരയിൽ എത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹം സുഖമായാൽ ഒരുമിച്ച് മറുകരയിൽ പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം ഒരു ദുഷ്ട കൊക്ക് അദ്ദേഹത്തെ തിന്നു. ഇപ്പോൾ ഞാനിവിടെ ആകെ ഒറ്റയ്ക്കായി. നീന്തി മറുകരയിൽ എത്താനുള്ള വെള്ളവും പുഴയിലില്ല. ഇത്രയും പറഞ്ഞ് മീൻ വീണ്ടും കരയാൻ തുടങ്ങുന്നു. ലെമ്പു കൊക്കിന് അവളോട് വലിയ സഹതാപം തോന്നുന്നു. അയ്യോ അയ്യോ, നീ കരയല്ലേ. ഞാനില്ലേ, ഞാൻ നിന്നെ മറുകരയിൽ എത്തിക്കാം. എന്ത്? പക്ഷേ നീ ഒരു കൊക്കല്ലേ. നീ എന്നെ സഹായിക്കില്ല. നീയും എന്നെ തിന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുമോ? ഇല്ലല്ലോ. എന്നെ വിശ്വസിക്ക്, ഞാൻ ഒരിക്കലും നുണ പറയില്ല. വാ, എൻ്റെ കൊക്കിൽ ഞാൻ വെള്ളം നിറയ്ക്കാം. നീ അതിലിരുന്നു. ഞാൻ നിന്നെ മറുകരയിലെത്തിക്കാം. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പോകാം. ഗിന്നി മീൻ പേടിച്ച് പേടിച്ച് ലെമ്പു കൊക്കിന്റെ കൊക്കിൽ കയറിയിരിക്കുന്നു. രണ്ടുപേരും ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങുന്നു. ഗിന്നി മീൻ ആദ്യമായാണ് ആകാശത്തെ. അവൾക്കത് വളരെ ഇഷ്ടപ്പെടുന്നു. കുറച്ചു നേരം കൊണ്ട് അവർ പുഴയുടെ മറുകരയിലെത്തുന്നു. കണ്ടോ, ഞാൻ നിന്നെ സുരക്ഷിതമായി എത്തിച്ചില്ലേ? ഗിന്നിയുടെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അമ്മേ അമ്മേ, അമ്മ വന്നല്ലോ. ഞങ്ങൾ അമ്മയെ ഒരുപാട് ഓർത്തു. അതെ അമ്മേ, ഈ ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോകരുത്. നന്ദി കൊക്കുചേട്ടാ, നീ എന്നെ എന്റെ കുട്ടികളുമായി ചേർത്തു. എനിക്കിന്ന് ആകാശത്തിൽ പറന്നപ്പോൾ വലിയ രസമായിരുന്നു. സാരമില്ല, ഒറ്റയ്ക്ക് കഴിയുമ്പോൾ എത്ര വിഷമമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകും. നിനക്ക് നിന്റെ കുടുംബത്തെ കിട്ടി, എനിക്ക് വലിയ സന്തോഷമായി. എന്നാൽ ഞാൻ പോകട്ടെ. മീക്കു, നിൽക്കൂ. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? അല്ല, ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? നിന്റെ കൊക്കിൽ ഞാൻ ഇരുന്നപ്പോ നിന്റെ വയറ്റിൽ നിന്ന് ഗുളു ഗുളു ശബ്ദം കേൾക്കാമായിരുന്നു. നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഇവിടെ നിന്ന് വിശപ്പ് കൊണ്ട് പോകരുത്. വാ, എന്റെ പിന്നാലെ വാ. ഗിന്നി മീൻ എന്താണ് പറയുന്നതെന്ന് ലെമ്പു കൊക്കിന് മനസ്സിലാകുന്നു. പക്ഷേ അവൻ അവളുടെ പിന്നാലെ പോകുന്നു. ഗിന്നി മീൻ പുഴക്കരയിലുള്ള ഒരു ഞാവൽ പഴത്തോട്ടത്തിൽ ചെന്നു നിൽക്കുന്നു. ഇതാ നോക്കൂ, ഇവിടെ ഞാവൽ പഴത്തിന്റെ ഒരുപാട് മരങ്ങളുണ്ട്. നിനക്കിവിടെ എത്ര വേണമെങ്കിലും ഞാവൽ പഴം കഴിക്കാം. ആഹാ, കൊള്ള. ഇവിടെ നിറയെ ഞാവൽപ്പഴമാണല്ലോ. ഇവിടെ ഞാൻ വയറ് നിറയെ ഞാവൽപ്പഴം കഴിച്ചാലും 2 മാസത്തേക്കിത് തീരില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചു. അതിന് പകരമായി ഇതൊരു ചെറിയ സമ്മാനമാണ്. നിനക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ പറന്നു വരാം. ഞാവൽപ്പഴം കഴിക്കാം. ഈ സ്ഥലം വേറെ ഒരു പക്ഷിക്കും അറിയില്ല. കൊള്ളാം. അപ്പൊ ഈ ഞാവൽപ്പഴങ്ങളെല്ലാം എനിക്കുള്ളതാണോ? തീർച്ചയായും നിനക്ക് മാത്രമുള്ളതാണ്. ലെമ്പുകൊക്ക് തന്റെ പുതിയ കൂട്ടുകാരിയിൽ നിന്ന് കിട്ടിയ ഈ സമ്മാനത്തിൽ വളരെ സന്തോഷവാനായിരുന്നു. അവൻ തോട്ടം മുഴുവൻ നടന്ന് ഞാവൽപ്പഴം കഴിക്കുന്നു.
വയറു നിറഞ്ഞപ്പോൾ അവിടെ തന്നെ ഉറങ്ങുന്നു. ഇപ്പോൾ ലെമ്പുകൊക്കിന് ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരുന്നില്ല. എന്നാൽ അവന്റെ ഈ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഈയിടെയായി കാണുന്നുണ്ട്, ഈ ലെമ്പു പറന്ന് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇവൻ ഭക്ഷണവും അന്വേഷിക്കാറില്ല. എന്താണ് ഇതിന്റെ രഹസ്യം? അതെ, എനിക്ക് ഇവനെ സംശയമുണ്ട്. വാ, നമുക്കിവനെ പിന്തുടരാം. 2 ദുഷ്ടകൊക്കുകളും ലെമ്പുവിന്റെ പിന്നാലെ പോകുന്നു. കൊക്ക് ഞാവൽപ്പഴത്തോട്ടത്തിൽ ചെന്ന് നിൽക്കുന്നത് അവർ കാണുന്നു. അയ്യോ, ഇവിടെ ഇത്രയും വലിയൊരു നാവൽ തോട്ടം ഉണ്ടോ? ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു. അപ്പൊ അതാണ് ഇവൻ സുഖമായി ജീവിക്കുന്നത്. എനിക്കിവനോട് വല്ലാത്ത അസൂയ തോന്നുന്നു. ഇവിടുത്തെ മീനുകൾ ഇവന്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു. ഞാൻ ഇവനെ ഇങ്ങനെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല. ഇനി നീ നോക്കിക്കോ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ദുഷ്ടകൊക്ക് അവിടെ ഒളിച്ചിരിക്കുന്നു. രാത്രിയാകാൻ കാത്തിരിക്കുന്നു. ഇരുട്ടായപ്പോൾ കുറച്ച് മീനുകൾ കരയിലേക്ക് വരുന്നത് അവൻ കാണുന്നു. അവസരം കിട്ടിയ ഉടനെ ദുഷ്ടകൊക്ക് അവരെ ആക്രമിക്കുന്നു. ഒരു മീനിനെ കൊക്കിലൊതുക്കി പറന്നു പോകുന്നു. ബാക്കി മീനുകൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കൊള്ളാം കൊള്ളാം, എന്തൊരു ബുദ്ധി! ഇനി ആ ലെമ്പൻ ഇവിടെ അധികനാൾ ഉണ്ടാവില്ല. ദുഷ്ടകൊക്കുകൾ ചേർന്ന് ഓരോ രാത്രിയും ഓരോ മീനിനെ കാണാതാക്കാൻ തുടങ്ങുന്നു. പിന്നെ ഒരു ദിവസം അവർ തന്നെ തങ്ങളുടെ തലവൻ കൊക്കിന്റെ അടുത്തേക്ക് പോകുന്നു. തലവ, അങ്ങേക്കറിയില്ല ലെമ്പുകൊക്ക് എത്ര വലിയ ചതിയാണ് ചെയ്യുന്നതെന്ന്. എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല തലവ, ലെമ്പു ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിറയെ മീനുകളുണ്ട്. അവൻ അവരെ ഒറ്റയ്ക്ക് തിന്നറിയാണ്. നമ്മളോട് ആ സ്ഥലം പറഞ്ഞതുമില്ല. ഇത് നമ്മളോടുള്ള ചതിയല്ലേ? ആണോ സത്യത്തിൽ? അങ്ങനെയാണെങ്കിൽ ലെമ്പുവിന് ശിക്ഷ കിട്ടും. അവനെ കാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അതെ, വരൂ, ഞങ്ങൾ അങ്ങേ അവന്റെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ലെമ്പുവിനെ കുടുക്കിയതിൽ 2 ദുഷ്ടകൊക്കുകളും വലിയ സന്തോഷത്തിലായിരുന്നു. അവർ മീനുകളെ തിന്നുകൊണ്ടിരുന്ന അതേ സ്ഥലത്തേക്ക് തങ്ങളുടെ തലവനെയും കൊണ്ടുപോകുന്നു. അയ്യോ, അതാ നോക്കൂ, എത്രയോ കൊക്കുകളാണ് വരുന്നത്. അവർ നമ്മളെ തിന്നുകളയും. ഇനി നമ്മൾ ഇവിടെയും സുരക്ഷിതരല്ല. നിൽക്കൂ, ഇവിടെ നിന്ന് ഓടരുത്. ഞങ്ങൾ നിങ്ങളെ തിന്നാൻ വന്നതല്ല. ഞങ്ങളൊരു ചതിയൻ കൊക്കിന് ശിക്ഷ കൊടുക്കാൻ വന്നതാണ്. ലെമ്പു ഇവിടെയുണ്ടോ? എന്ത്, ലെമ്പു കൊക്കോ? അതെ, അവൻ ഇവിടെ ഉണ്ടാകും. പക്ഷേ അവൻ എന്ത് ചതിയാണ് ചെയ്തത്? അവൻ വളരെ സത്യസന്ധനാണല്ലോ. ഇല്ല, അവൻ ഞങ്ങളെ ചതിച്ചു. അവൻ ഒറ്റയ്ക്ക് മീനുകളെ തിന്നു. അതുകൊണ്ട് ഞങ്ങൾ അവനെ കാട്ടിൽ നിന്ന് പുറത്താക്കും. തലവൻ പറയുന്നത് കേട്ട് ഗിന്നി മീൻ ഞെട്ടിപ്പോകുന്നു. അവൾ പറയുന്നു, എന്ത്, മീനുകളോ? ഇല്ല, ലെമ്പു ഒരു മീനിനെയും തിന്നിട്ടില്ല. അല്ല, അവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. അവൻ ദിവസം മുഴുവൻ ഞാവൽ പഴമാണ് കഴിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ഈ 2 കൊക്കുകൾ, അതെ, ഇവരാണ് ഞങ്ങളുടെ പല മീനുകളെയും തിന്നത്. പല മീനുകളും ഇവരിവിടെ വരുന്നത് കണ്ടിട്ടുണ്ട്. കള്ളത്തരം പൊളിഞ്ഞപ്പോൾ 2 ദുഷ്ടകൊക്കുകളും പേടിച്ചു പോകുന്നു. അല്ല, ഇവള് നുണ പറയുകയാണ്. അങ്ങനൊന്നുമില്ല. അല്ല, ഇവൻ കള്ളം പറയുകയാണ്. ഞാൻ ഇവനെ നേരിട്ട് കണ്ടതാണ്. ഇവൻ എൻ്റെ കുഞ്ഞിനെയും തിന്നാൻ നോക്കിയതാണ്. പക്ഷേ ഇവൻ അതിന് സാധിച്ചില്ല. ഇവൻ തന്നെയാണ് നമ്മുടെ ഒരുപാട് കൂട്ടുകാരെ തിന്നത്. അല്ല തലവ, ഇത് നുണയാണ്. മിണ്ടരുത്. ലെമ്പു എവിടെയാണ്? എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ, വേഗം. അതെ, വരൂ, ഞാൻ അങ്ങേ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഗിന്നി മീൻ കൊക്ക് തലവനെ ഞാവൽ പഴത്തോട്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. സത്യത്തിൽ ലെമ്പുകൊക്ക് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ഇവനിവിടെ സുഖമായി ഉറങ്ങുകയാണല്ലോ. അതിനർത്ഥം നിങ്ങൾ രണ്ടുപേരും എന്നോട് നുണ പറഞ്ഞെന്നാണോ? നിങ്ങൾക്ക് ലെമ്പുകൊക്കിനോട് അസൂയായിരുന്നു. നിങ്ങൾക്ക് അവനോട് പകരം വീട്ടണമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ചതിച്ചു. ഇനി നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് പോയിക്കോളൂ. ഇനി മേലാൽ ഇവിടെ കണ്ടുപോകരുത്. 2 ദുഷ്ടകൊക്കുകൾക്കും ഇപ്പോൾ മിൽക്കക്കള്ളിയില്ലാതായി. അവർക്ക് നാണം കെട്ട് കാട് വിട്ടുപോകേണ്ടി വന്നു. ലെമ്പുകൊക്ക് ഞാവൽ പഴത്തോട്ടത്തിൽ സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി. ഇപ്പോൾ അവനെ ആരും ഉപദ്രവിക്കാറില്ല.